എന്റെ റൂമിന്റെ കുറ്റിയിരിക്കുന്ന എന്റെ അകത്ത് വാതിലിന്റെ ബോൾ അകത്താ, അല്ലാതെ പുറത്തുനിന്നല്ല തുറന്നു കയറുന്നത്. രാത്രി എന്തായാലും 12 മണിക്ക് ശേഷം വരുന്നവൻ വേദം വായിക്കാൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബോധമില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവാത്ത ഫീൽഡ് ഉണ്ടോ? ഈ സിനിമ ഫീൽഡ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ 2 അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ടായിരിക്കും മുട്ടുണ്ടാവുക. അവന് ബോധം ഉണ്ടാവില്ല. നമ്മൾ മൈൻഡ് ചെയ്യരുത്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ, സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം. റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. അതെല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ എന്നെ റിയൽ ലൈഫിൽ എൻ്റെ ഭർത്താവ് കഴിക്കുമെങ്കിൽ എന്നെ തല്ലാൻ നിൽക്കാറില്ല, അതിനെല്ലാം ഇടവരുത്തിയിട്ടില്ല. ഞാൻ പറയാം, ഞാൻ പൊതുവേ പറയുന്ന അഭിപ്രായം എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആണുങ്ങളെ 2 അടിക്കണം, എന്താ കുഴപ്പം, കഴിക്കട്ടെ. നമ്മൾ കഴിക്കാതെ അവർ അയ്യോ കഴിച്ചാൽ ഞാൻ അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പുറത്ത് പോയി 2 അടിക്കുന്നവർ 10 അടിക്കും. അതിനുമ്പോൾ വീട്ടിൽ നിന്ന് 2 അടിച്ചോട്ടെ, സമാധാനമില്ലേ നമുക്ക്? പൊതുവേ എല്ലാ കുടുംബത്തിലും ഈ ആൺഭരണമാണല്ലോ, സ്ത്രീകളെന്നും അടുക്കളയിൽ ഒതുക്കി കൂടി താമസിക്കേണ്ടവർ എന്ന് പറയുന്നവരാണല്ലോ. അപ്പൊ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ചേച്ചി ഏത് തരത്തില്? എന്ത് ചേഞ്ച് വരുത്താൻ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡാണ് ഇപ്പോഴും ഞാൻ പാലിക്കുന്നത്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ, സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം, നിന്നേ പറ്റൂ. എന്റെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ എന്ത് ഫെമിനിസ്റ്റ്. അതൊക്കെ അവരുടെ ലൈഫ് എടുത്ത് നോക്കുക എന്താ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനിപ്പോഴും ഇത്രയും വർഷമായിട്ട് എന്റെ 15 വയസ്സ് മോനെ എന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ആളാ. ഒരു ഇത്തിരി താന്നു കൊടുത്തു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം. അത് ഇത്തിരി ഇപ്പൊ അങ്ങനെ മോളൊക്കെയാണ് കയറി നമുക്ക് എന്ത് കിട്ടാൻ? ഒന്നുമില്ല. ഈ 2 പേരും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയണതൊന്നുമല്ല. അവരാണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ ഒരു സ്ഥാനം കൊടുത്തു വെച്ച് നമ്മുടെ ഭർത്താവല്ലേ, കൊടുത്തോ, എന്താ തെറ്റ്? എനിക്ക് ആ ഭാഗത്തിനോട് ഞാൻ യോജിക്കുന്ന ആളെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. എത്ര വലിയ ലേഡീസ് വന്നാലും ഞാൻ പറയും, അത്രേ ഉള്ളൂ. പിന്നെ പല ആൾക്കാരും പലതും എന്നെ കുറിച്ചാണെങ്കിലൊക്കെ ഒരുപാട് അലിഗേഷനൊക്കെ പറയുന്നുണ്ട്. അവർ കിടന്ന് പറഞ്ഞോട്ടെ, നമ്മളതൊന്നും ബോധ ചെയ്യേണ്ട കാര്യമില്ല. നെഗറ്റീവ് ആൾക്കാരിൽ നെഗറ്റീവ് കമന്റ്സിനോട് ചേച്ചി റിപ്ലൈ കൊടുക്കുന്നത് ഞാനത് കുറെ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഞാനിപ്പോൾ കുറെ ഇന്റർവ്യൂ കൊടുത്തു. അതിനകത്ത് എന്തായാലും നെഗറ്റീവ് കമന്റ് വരും. എത്ര നല്ലത് ചെയ്താലും നെഗറ്റീവ് കമന്റ് വരും. ഞാൻ എന്തെങ്കിലും വായിക്കാതിരിക്കില്ലോ, നമുക്കൊരു സുഖമുള്ളത് വായിക്കാൻ. കാരണം എന്തായാലും നല്ല കുറെ കമന്റ് ഉണ്ടാവും. എനിക്ക് ഇതുപോലെ 1, 2, 10, 12 ഉണ്ടാവുന്നേക്ക് ഞാൻ വായിച്ച ആ ഓരോ നെഗറ്റീവ് കമന്റ് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഇവൻ ഒട്ടുക്കത്തെ അവൻ പണ്ടാറടിക്കുമ്പോൾ നശിച്ചു പോട്ടെ ഞാൻ പറയും. കമന്റ് തിരിച്ച് റിപ്ലൈ ഇട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിൽ പറയും. പറഞ്ഞവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവം ഉണ്ടായാൽ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി സോറി കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞതാണ് ഇന്റർവ്യൂ കണ്ടിട്ട്. ഞാൻ പറയും, ഇന്ന് ഇതിനെതിരെ പറഞ്ഞാലും ഞാൻ പറയും. അതിനൊരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പ്രാകും. അതിന് ആരുടെ സമ്മതം വേണ്ടല്ലോ എനിക്ക്. എനിക്കൊരാളെ പ്രാഗണെങ്കിൽ ഞാൻ പ്രാഗി ഏൽക്കുന്ന എനിക്ക് ഉറപ്പാണ്. എൻ്റെ കരുനാക്കാം വലിച്ചിരിക്കും. ഇപ്പം സ്നേഹബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരാളാണ് ചേച്ചി. ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നാളെ കണ്ടിട്ട് എന്നോട് ദേഷ്യപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്ത് പോയിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി, തല്ലുണ്ടായിന്ന് വെച്ചോ, ഞാൻ പിറ്റേ ദിവസം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് നിർബന്ധമില്ല. ഇല്ല, ഞാൻ അങ്ങനെ എല്ലാവരോടും ക്ഷമിക്കാൻ പഠിച്ച ആളാ. ഒരാളോട് എനിക്ക് വൈരാഗ്യമില്ല, തല്ലിയിട്ട് പോലും വരാം. സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ എന്തായിരുന്നു മെയിനായിട്ട്? സിനിമയിൽ നിന്ന് മാറിയ കാര്യം 10 വർഷം ഞാൻ എൻ്റെ മോന് വേണ്ടി ലീവ് എടുത്തതാ. ഒരു അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മ മോനെ നോക്കേണ്ട സമയത്ത് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 18, 19 വയസ്സ് അവനവന്റെ പാട് നോക്കി പോയി, എന്നെ നോക്കാൻ കിട്ടുമോ? അപ്പൊ ഈ 10 വയസ്സെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും നല്ല സമയമാണ്. അവനെ കുളിപ്പിക്കുക, അവനെ സ്കൂളിൽ വിടുക, അവൻ്റെ ഡ്രസ്സ് ഇടിക്കുക, അവൻ്റെ ഡ്രസ്സ് കഴുകി വയ്ക്കുക, അവൻ്റെ യൂണിഫോം, എല്ലാ കാര്യങ്ങളും. ഞാൻ സർവൻറ്റിനെ വെച്ച് എൻ്റെ മോനെ നോക്കിയിട്ടില്ല. എൻ്റെ അമ്മ കുറേ അനൂപിൻ്റെ അമ്മ, എൻ്റെ അമ്മയൊക്കെ എൻ്റെ മോനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എൻ്റെ മോന് വേണ്ടി ഞാൻ 10 വർഷം, 11ാമത്തെ വർഷമായപ്പോൾ അവന് അറിവ് പറയുമ്പോൾ അവൻ പറഞ്ഞു അമ്മ അഭിനയിക്കാൻ പോയിക്കോ. അങ്ങനെയാണ് ഞാൻ അഭിനയിക്കാൻ പോകാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ അഭിനയിക്കാനേ പോയിട്ടില്ല. പിന്നെ എന്തെങ്കിലും സ്റ്റേജ് ഷോസ് ഒക്കെ വരുമ്പോൾ പോകും. പക്ഷെ നമ്മൾ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കടമ ചെയ്തേ പറ്റൂ. ആ കടമ 100% ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വിജയിച്ചു. അത് എനിക്ക് മനസ്സിന് ഒരു അല്ലെങ്കിൽ ഞാൻ ഇന്ന് വിഷമിച്ചേനെ. കാരണം 2 കൊല്ലം കഴിഞ്ഞ് എൻ്റെ മോൻ എൻ്റെ അടുത്ത് പോയിന്ന് വരും പഠിക്കാനൊക്കെ ആയിട്ട്. പലതരത്തിലുള്ള ന്യൂസുകൾ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ചേച്ചിക്ക് ലൊക്കേഷനിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്? മോളെ, എനിക്ക് ലൊക്കേഷൻ ഉണ്ടായിക്കാൻ ഞാൻ അപ്പം സ്പോട്ടിൽ പ്രതികരിക്കും, നല്ലത് കൊടുക്കും. അങ്ങനെ പ്രതികരിക്കേണ്ട ആ പ്രതികരിക്കുന്ന സാഹചര്യം പണ്ട് പടം നടക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ആ പടത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്, ആ പടത്തിൽ ഞാൻ അഭിനയിക്കാതെ നിന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവാത്ത ഫീൽഡ് ഉണ്ടോ? ഈ സിനിമ ഫീൽഡ് മാത്രമേ ഉള്ളൂ. എല്ലാ ഫീൽഡിലും ഉണ്ട്, ഉണ്ടാവാതിരിക്കില്ല. അത് വെറുതെ പറയണതാ. അത് ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ അറിയണം. അത് അറിയാത്ത ആൾക്കാരെ ആ ഫീൽഡ് വിട്ടുപോയിക്കൊള്ളാം. വെറുതെ അവിടെ നിന്ന് കുറ്റം പറയരുത്. സിനിമയിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളുണ്ടാക്കിയ എൻ്റെ റൂമിന്റെ കുറ്റിയിരിക്കുന്ന എൻ്റെ അകത്ത് വാതിലിന്റെ ബോൾ അകത്താ, അല്ലാതെ പുറത്തുനിന്നല്ല തുറന്നു കയറുന്നത്. അത് മുട്ടി തുറക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ തീരുമാനിച്ച് മുട്ടി അകത്ത് കയറിയിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ച് പറയരുത്. അത് അപ്പം തന്നെ ഡീൽ ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കൊള്ളണം. എന്തിനാന്നേ ഈ പണിക്ക് നിൽക്കുന്നത്? വേറെ പണിക്ക് ആരും കയറില്ലല്ലോ. പിന്നെ എന്തിനാ? പിന്നെ മുട്ടി പുറത്തുനിന്ന് വേളം വെച്ച് എന്ത് വേളം വെച്ച് അപ്പക്കിടന്ന് വേളം വെച്ചിട്ട് രാത്രി എന്തായാലും 12 മണിക്ക് ശേഷം വരുന്നവൻ വേദം വായിക്കാൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബോധമില്ലേ? അപ്പൊ നമ്മൾ തുറക്കരുതെന്നേ. അവിടെ കിടന്ന് അടിച്ചിട്ട് ചിലപ്പോൾ 2 അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ടായിരിക്കും മുട്ടുണ്ടാവുക. അവന് ബോധം ഉണ്ടാവില്ല.
നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മളവിടെ കിടന്നുറങ്ങിക്കോളാം. രാവിലെ എന്തുണ്ട് സാറേ വിശേഷം, സുഖമാണോ ചോദിക്കാനുള്ളൊരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടായാൽ മതി. ഉറപ്പായിട്ടും ശരിക്കും ഈ പിന്നെ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കും ചെയ്യണം. ഞാനാണെങ്കിൽ പരസ്യം ചേട്ടാ ഇന്നലെ രാത്രി ഒന്ന് മുട്ടിയത് ശരിയായില്ല, എൻ്റെ അടുത്ത് രാത്രി ഒന്ന് മുട്ടരുത്, ചേട്ടൻ ഇപ്പോൾ വല്ലതും പറയാനുണ്ടോ, ഞാൻ ചോദിക്കും. ഡയറക്റ്റ് പറഞ്ഞോളൂ. ഞാൻ ഡയറക്റ്റ് നേരിട്ട് ഞാൻ ചോദിച്ചിരിക്കും. അതുകൊണ്ട് തീർന്നല്ലോ. അവൻ എന്ത് പറയും, ആ പ്രിയങ്കയ്ക്ക് പ്രാന്താട്ടൊന്നും കുഴപ്പമില്ല,